ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ലീഗൽ അസിസ്റ്റന്റിന്റെ സിലബസ് വന്നു. കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, പാറ്റേണിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പേര് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. സോ അഡ്ഹോക്ക് ലേണിംഗിനകത്ത് ആദ്യമായിട്ടൊരു ബാച്ച് ഉണ്ടായിരുന്നു, ലീഗൽ അസിസ്റ്റന്റ് ബാച്ച് ഉണ്ടായിരുന്നു. ഏകദേശം 160ഓളം പേര് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ അതാ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏപ്രിൽ 1 മുതൽ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, ഈവൻ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഈ ക്ലാസ് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ പോലും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സുകൾ ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കൃത്യമായിട്ടുള്ള പുതിയ സിലബസ് പ്രകാരം എങ്ങനെയാണോ മാർക്ക് സ്കോറിംഗ് ടോപ്പിക് എന്ന് നോക്കി അതിന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നോക്കി മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ എവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പൊ എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കി അതുൾപ്പെടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. നമ്മൾ ലൈവ് സെഷൻസ് ആണ്, മൺഡേ ടു സാറ്റർഡേ ആണ് ഇപ്പോൾ ലൈവ് സെഷൻ പുതിയ ബാച്ചിലെ ക്ലാസ്സുകൾ നടക്കുക. 8 to 10 ആ 2 മണിക്കൂറിനുള്ളിൽ, ചില ദിവസങ്ങളിൽ 2 മണിക്കൂർ ആവാം, ചില ദിവസങ്ങളിൽ 1.5 മണിക്കൂറോ 1 മണിക്കൂർ ആ രീതിയിലായിരിക്കും. 8 to 10 നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിൽ മുൻകൂട്ടി അപ്ഡേറ്റ് ചെയ്യും. 1 വീക്കിൽ അടുത്തൊരു 1 വീക്കിലേക്കുള്ള ക്ലാസ്സുകൾ ടോപ്പിക്കുകൾ ഏതാണ് എന്നുള്ളതെല്ലാം മുൻകൂട്ടി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. സോ നമ്മുടെ ലൈവ് സെഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലായിരിക്കും. ആ ലിങ്ക് നിങ്ങൾക്ക് ഓരോ ദിവസം പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ ലൈവിൽ കയറാം, ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പോകാൻ പറ്റും. ഇനി അഥവാ ഏതെങ്കിലും ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡർ വേർഷൻ കിട്ടും. ആ റെക്കോർഡർ വേർഷൻ ഡേ വൈസ് ഫോൾഡർ ആയിട്ട് തിരിച്ച് ഡേ 1, ഡേ 2, ഡേ 3 എന്നുള്ള രീതിയിൽ അഡ്ഹോക്ക് ലേണിംഗിന്റെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ ലൈവിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് എടുക്കരുത്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളതാണ്, നിങ്ങൾ ലൈവിൽ എന്തായാലും കയറണം. അത് ഇഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് ലൈവ് ആണ് മോർ ഇഫക്റ്റീവ്, റെക്കോർഡഡ് അല്ല. സോ ഇനിയിപ്പോൾ നിങ്ങൾ ലൈവ് കയറാൻ പറ്റാത്തൊരു സാഹചര്യം, അത്രയും പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റെക്കോർഡഡ് ഉപയോഗിക്കുക. ശരിക്കും റെക്കോർഡഡ് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ലൈവിൽ കയറാത്തവർക്ക് റെക്കോർഡിൽ കയറാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീക്കെൻഡിന് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഒരു ദിവസം തരും. കഴിഞ്ഞ ഒരു ആഴ്ചയിൽ പഠിച്ചത് മുഴുവൻ സൺഡേസിൽ എന്ത് ചെയ്യാൻ പറയും, റിവൈസ് ചെയ്യാൻ പറയും. അന്നൊരു റിവിഷൻ ടെസ്റ്റ് തരും. ആ ഒരു ആഴ്ചയിൽ പഠിപ്പിച്ച ടോപ്പിക്കുകളിൽ നിന്നും മാത്രമായിട്ടുള്ള റിവിഷൻ ടെസ്റ്റ് തരും. ആ റിവിഷന്റെ സമയത്ത് എവിടെ നോക്കി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം? ഈ റെക്കോർഡ് ക്ലാസ്സസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. വീണ്ടും അപ്പോൾ സ്പീഡിലൊക്കെ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 സ്പീഡിലൊക്കെ കണ്ടിട്ടാണെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് എക്സാമിന്റെ സമയത്ത് എത്തുന്ന സമയത്തും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, റീകളക്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനായിട്ട് ഈ റെക്കോർഡ് ക്ലാസ്സസ് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് ക്ലാസ്സസ്. ഓക്കെ, അതും നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ ഫോൾഡേഴ്സ് ആയിട്ട് തിരിച്ചു തരും. അതുകൂടാതെ ടോപ്പിക് വൈസ് ആയിട്ടും തിരിച്ചു തരും. ടോപ്പിക് വൈസ് എന്ന് പറയുന്ന ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം അവിടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം തോന്നുകയാണ്, ഒരു 2 മാസം കഴിയുമ്പോൾ തോന്നുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം ഇതുവരെയുള്ള ഒന്ന് റിവൈസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ടോപ്പിക് വൈസ് ഫോൾഡറിൽ പോയി കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് 1ാമത്തെ ക്ലാസ് മുതൽ അവസാനം വരെ നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഡേ വൈസ് ഫോൾഡറും ടോപ്പിക് വൈസ് ഫോൾഡറായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഈ സംഭവം ക്രമീകരിച്ച് തരാം. ഇത് കൂടാതെ ഒരു ഫോൾഡറിനകത്ത് സിലബസും, മറ്റൊരു ഫോൾഡറിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും, മറ്റൊരു ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് മോഡൽ എക്സാംസും കിട്ടും. മോഡൽ എക്സാംസ് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അധികം വൈകാതെ തന്നെ മോഡൽ എക്സാംസ് ആഡ് ചെയ്ത് തുടങ്ങും. 100 ക്വസ്റ്റ്യൻസിന്റെ പുതിയ സിലബസ് പ്രകാരം. മുമ്പുള്ള ബാച്ചിൽ ഇതുവരെയും മോഡൽ എക്സാം കൊടുത്തില്ല, കാരണം സിലബസ് മാറാനുള്ള സാധ്യത ഉണ്ട് നന്നായിട്ട് അറിയാം. കാരണം BNS-ഉം BNSS ഒക്കെ വന്നു. ഇംഗ്ലീഷും GK-യും ഒഴിവാക്കാനുള്ള സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒഴിവാക്കി. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിന്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പോഴത്തെ സിലബസിനെ ഓറിയന്റഡ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ഉള്ള 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ള മോഡൽ എക്സാംസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഏകദേശം 20ഓളം മോഡൽ എക്സാംസ് നമ്മൾ ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കോഴ്സിനകത്തുള്ള പഠന രീതികൾ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നും പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ഡേ പറ്റുമെങ്കിൽ റിവൈസ് ചെയ്യാം. വീക്കെൻഡിൽ നിർബന്ധമായിട്ട് റിവൈസ് ചെയ്യാം. മന്തിന്റെ എത്തുന്ന സമയത്ത്, ഒരു മാസം എത്തുന്ന സമയത്ത് കഴിഞ്ഞ മാസം പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിവൈസ് ചെയ്യാം. സോ അവിടെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവും അല്ലെ. നമ്മൾ പലരും പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം, പലരും ജോലിക്ക് പോകുന്നവരായിരിക്കാം അല്ലെ. അങ്ങനെയുള്ള പല മേഖലകളിലുള്ള ആൾക്കാരുണ്ട്. സോ ടൈം കൺസ്ട്രെയിൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹത്തെ ഊന്നി നിന്നുകൊണ്ട് വേണം പഠിക്കാൻ. നമ്മുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ട്, നമുക്ക് കോൺഫിഡന്റ് അല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ബാച്ചിലുള്ളവരും പലരും നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യും, സാറേ എനിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ, ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയുള്ളൂ, എനിക്ക് ഇത്ര ഏജായി, അല്ലെങ്കിൽ LLB കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, കുറെ നാൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാതെ വിട്ടുനിന്നു. അങ്ങനെ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ കൺസ്ട്രെയിൻസ് എല്ലാം നമ്മൾ നിരത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ഗവൺമെന്റ് സർവീസിൽ ആരും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം.
മനസ്സിലായോ? കാരണം ഗവൺമെന്റ് സർവീസിലുള്ള ഇപ്പോൾ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, ഒരുവിധം എല്ലാവർക്കും പല ടൈപ്പ് ഓഫ് കൺസ്ട്രൻസിലൂടെ കടന്നു വന്നവരാ ജോലിക്ക് പോകുന്നവര്. ഇപ്പൊ നമ്മൾ PSC ഫീൽഡിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ PSC ഫീൽഡിനകത്തുള്ള പല ആൾക്കാരും ഇപ്പൊ CPO ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ വിളിച്ച് പറയാറുണ്ട്, രാത്രി 11 മണി വരെ ജോലിയുണ്ട് സാർ, രാവിലെ 8 മണിക്ക് പോകും, എങ്ങനെ ഇതിനിടയിൽ പഠിക്കാം എന്ന് ചോദിക്കാറുണ്ട്. അവർക്ക് പല മെത്തേഡുകളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ മെത്തേഡുകൾക്ക് അനുസരിച്ച് അവരിപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് റെഗുലർ ആയിട്ട് ആ ഒരു രീതിയിലൂടെ പഠിച്ചു പോയിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലെ, ഓരോ വ്യക്തികളും ഓരോ രീതിയിലുള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ പാറ്റേണിൽ പഠിച്ചതിന് കിട്ടണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടുന്ന 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് എവിടെയെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുന്നു അവിടെയെല്ലാം ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണം. നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ലീഗൽ അസിസ്റ്റന്റ് ഈ ഒരു ജോലിയെ കുറിച്ചുള്ള ഒരു ഭ്രമം നമ്മുടെ മനസ്സിനകത്തേക്ക് ഉണ്ടാവണം. ചിലരൊക്കെ പറയും ഒരു സൈക്കോ ആണോ, ഭ്രാന്താണോ ഇവര്, ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആവണം. ആക്ച്വലി PSC പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചോളൂ, കുറച്ചു കാലമെങ്കിലും അവർ കുറച്ച് സൈക്കോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം എന്താ, അവിടെ അങ്ങനെ ആയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ബാക്കി എല്ലാം ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻസ് ഒഴിവാക്കാൻ പറ്റും, അതുപോലെ കൂടിച്ചേരലുകൾ, ഫ്രണ്ട്സിന്റെ കൂടിയുള്ള കുറച്ച് അതൊക്കെ വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അതെല്ലാം ഇതിനു വേണ്ടി എന്ത് ചെയ്യാം, കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് ജോലി കിട്ടുന്നു, നമുക്ക് ഇത്രയും നല്ലൊരു പോസ്റ്റിലേക്ക് കയറുന്നു, നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് നമ്മൾക്ക് പോയി ഒപ്പിട്ട് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെ, അതേപോലെ നമ്മളെ അത്രയധികം സപ്പോർട്ട് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരുടെ സന്തോഷം, മോർ ഓവർ നമ്മൾ രക്ഷപ്പെടരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കുറെ ആൾക്കാരുണ്ട്, അവരുടെ മുഖം, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. നമ്മൾ മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സെൽഫ് മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മൾ തകരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരുടെ എല്ലാം മുഖം വരുന്നത് നല്ലതാ. അപ്പൊ ചിലവര് തളർത്താൻ നോക്കൂ, ഇതൊന്നും പഠിച്ചാൽ നിനക്കൊന്നും പറ്റണ കാര്യമില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ 2 ചോദ്യങ്ങളൊക്കെ കോടതിയിൽ പോകുമ്പോൾ വെറുതെ ചോദിക്കും, നീ ലീഗൽ അസിസ്റ്റന്റ് പഠിക്കുന്നതല്ലേ, എന്നാൽ 2 ചോദ്യം ചോദിക്കാനേ കിട്ടുമോ നോക്കട്ടെ, തളർത്താൻ നോക്കണതാ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയുള്ളവരെ എല്ലാം നമ്മൾ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക, നെഗറ്റീവ് അല്ലാതെ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നമ്മുടെ മനസ്സിനകത്തേക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ മോട്ടിവേഷൻ. നമ്മുടെ ആനയുടെ കഥ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ആന ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ആ കല്ലും എടുത്ത് ചെവിയുടെ സൈഡിൽ വെച്ച് കുറേ വർഷങ്ങളോളം കഴിഞ്ഞ് ആളെ കാണുമ്പോൾ എടുത്ത് തിരിച്ച് യൂസ് ചെയ്യുന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ തന്നെയാണോ കഥ എന്ന് ഓർമ്മയില്ല, എങ്കിലും അത്തരത്തിലുള്ള ഒരു ആനപ്പക എന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതേപോലെ ആരെയും കല്ലെടുത്ത് എറിയണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഈ ജോലിയിൽ കയറുന്ന ആ ഒരു നിമിഷം അത് തന്നെയാണ് നമ്മുടെ സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിട്ട് ഡെയിലി ഇന്ന് പഠിക്കണം. നാളെയല്ല, നാളെ എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇപ്പോഴാണ്. ദിസ് ഇസ് എ റേസിനകത്ത് നമ്മൾ തളർന്ന് മാറി നിൽക്കുന്ന സമയത്ത്, മുയലിനെ പോലെ മാറി നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ഓവർടേക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അവർ ഓവർടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. 1 മിനിറ്റ് നിങ്ങൾ മാറി നിന്നതിന് ആ 1 മിനിറ്റ് 2 ക്വസ്റ്റ്യൻ പഠിച്ച് മറ്റാളെ ഓവർടേക്ക് ആയി അല്ലെ. അത് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ആ ഒരാൾ വരുന്നു, പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും, കുറേ പേര് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ എവിടെയൊക്കെ സ്ലോ ആവുന്നോ അവിടെയെല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഈ എക്സാമിന് കുറെ പേര് ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം എന്താ, വളരെ കുറച്ച് പോസ്റ്റേ ഉള്ളൂ. ആ പോസ്റ്റിലേക്കുള്ള കോമ്പറ്റീഷൻ ആകുമ്പോൾ മുമ്പിൽ നിന്ന് എന്നെ ഓടണം, യാതൊരു സംശയം വേണ്ട. ഇനി അങ്ങോട്ടുള്ള സമയം ഈസി ഇനഫ്, മോർ ദാൻ ഇനഫ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നോ എന്നുള്ളതനുസരിച്ചിരിക്കും. കിട്ടുന്ന ഓരോ മിനിറ്റുകളും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടും. പക്ഷെ അത് നിങ്ങളാണ് അഡ്ഹോക്ക് ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിലബസ് പഠിപ്പിച്ചു തരിക, മാക്സിമം നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരിക, അതിൽ നിന്ന് മോഡൽ എക്സാംസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ എക്സാമിന് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇതിന്റെ എല്ലാ കംപ്ലീറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. നിങ്ങളാണ് എഫേർട്ട് എടുക്കുന്നത്, നിങ്ങൾക്കാണ് ജോലി കിട്ടുന്നത്. നിങ്ങൾ ഒരു പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ജോലിക്ക് കയറിയില്ലെങ്കിലോ അഡ്വോക്കിനെയൊക്കെ ചിലപ്പോൾ എന്നെയൊക്കെ നിങ്ങൾ മറന്നേക്കാം. പക്ഷെ നിങ്ങൾക്ക് ആ ജോലി കിട്ടിയാൽ 100% നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ വലിയൊരു അസറ്റായിട്ട് ഈ കുറച്ച് കാലങ്ങൾ മാറും. ഓക്കെ, അപ്പൊ ഈ വരുന്ന ഒരു 6, 8, 10 മാസങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടും. ഓക്കെ, സോ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ കോഴ്സിനകത്ത് പുതിയ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ കൂടി പറയാം. മുമ്പത്തെ കോഴ്സിന്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ്. 6000 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീസ് ടോട്ടൽ ആയിട്ട് വരുന്നത്. അത് 1 ടൈം പേയ്മെന്റ് ആണെങ്കിൽ 5000 മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം പേയ്മെന്റ് 3000 പേ ചെയ്ത് പിന്നെ 1500 2 പേയ്മെന്റ്, അങ്ങനെ ടോട്ടൽ 6000 ആവും. അല്ലെങ്കിൽ 1 ടൈം ആയിട്ട് നിങ്ങൾക്ക് 5000 ആയിട്ട് പേ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് തന്നെ അഡ്ഹോക്ക് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് തന്നെ കോഴ്സ് ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ പറഞ്ഞത് അഡ്ഹോക്കിനകത്ത് പഠിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് മെത്തേഡ്. ദിസ് ഇസ് എ മെത്തേഡ്. നിങ്ങൾക്ക് കിട്ടുന്ന സമയമെല്ലാം യൂട്ടിലൈസ് ചെയ്യുക, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പഠിക്കുക, ആ പഠിക്കുന്ന ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക, ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, എക്സാമിന്റെ സമയത്തുള്ള റിവിഷൻ, സെൽഫ് മോട്ടിവേഷൻ. ഇത്രയും കാര്യങ്ങൾ പാക്കഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ പാക്കിംഗ് ആവുന്നതിനകത്ത് എവിടെയെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ യു നീഡ് എ മെന്റർ. ഓക്കെ, ആ മെന്റർ ആവാൻ വേണ്ടിയിട്ട് അഡ്ഹോക്ക് ലേണിംഗിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. സോ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം.